നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന സർക്കാർ UDF സർക്കാർ അവതരിപ്പിച്ച മദ്യനയത്തിൽ, അതായത് മദ്യനികുതി കുറച്ചതിനെ കുറിച്ചാണ്. അതിൽ നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന ഭവിഷ്യത്തുകളും ചിലർക്കുണ്ടാകുന്ന ലാഭങ്ങളും ഒക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, സത്യം പറഞ്ഞാൽ സംസ്ഥാനത്തിന് മദ്യനികുതി കുറയ്ക്കാനുള്ള തീരുമാനം അങ്ങേയറ്റം ദുരൂഹമാണ് സംസ്ഥാന സർക്കാർ അവലംബിച്ചത്. ഇതിന് പിന്നിൽ മദ്യ കമ്പനികളുടെ കച്ചവട താല്പര്യം കൂടി ഉണ്ടെന്ന വ്യാപകമായ വിമർശനമാണ് ഉയർന്നു നിൽക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം UDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ഒരു വൻ പ്രഖ്യാപനമായിരുന്നു മദ്യത്തിന്മേലുള്ള നികുതി ഇളവ്. സ്പിരിറ്റിൽ നിന്നുള്ള മദ്യത്തിന് 251% നികുതിയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. എന്നാൽ വീര്യം കുറഞ്ഞത് എന്ന പേരിൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് പകുതിയിലധികം ഇളവ് നൽകി 120% നികുതി കുറയ്ക്കാനുള്ള നിർദ്ദേശം ധനകാര്യമന്ത്രി മുന്നോട്ട് വയ്ക്കുകയാണ്, അല്ലേ? അപ്പൊ അതിനെതിരെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കിയാൽ, ഉപഭോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് കാലാകാലങ്ങളിൽ മദ്യത്തിന് ഉയർന്ന നികുതി ഏർപ്പെടുത്തി വരുന്നത്. എന്നാൽ മദ്യത്തിന്റെ നികുതി പകുതിയിലധികം കുറയ്ക്കുന്നത് ഇതാദ്യമായാണ്. വില കുറഞ്ഞ മദ്യം മാർക്കറ്റിൽ സുലഭമായി ലഭ്യമാകുമ്പോൾ മദ്യത്തിന്റെ ഉപയോഗം കുത്തനെ വർദ്ധിക്കുകയും വീര്യം കുറഞ്ഞതാണ് നൽകുന്നത് എന്ന ന്യായമുയർത്തിയാലും മദ്യത്തിന്റെ ഉപയോഗം തന്നെയാണ് ക്രമാതീതമായി വർദ്ധിക്കുന്നത്. വീര്യം കുറഞ്ഞതിൽ നിന്ന് വീര്യം കൂടിയ മദ്യത്തിലേക്കുള്ള വഴിയായിരിക്കും ഇത് തുറന്നിടുക. യുവതലമുറയെ വഴിതെറ്റിക്കാവുന്ന തെറ്റായ സമീപനമാണ് ഈ മദ്യനയം. നമ്മുടെ സമൂഹം ആശങ്കപ്പെടേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ വിവിധങ്ങളായ ജീവൽ പ്രശ്നങ്ങൾക്ക് ആശ്വാസം പകരുന്ന നടപടികളോ നികുതി ഇളവുകളോ കൈക്കൊള്ളാതെ മദ്യത്തിന് മാത്രം നികുതി ഇളവ് നൽകിയത് എന്തിനാണ്? പെട്രോളും ഡീസലും ഒക്കെ ഇല്ലേ? നികുതി ഇളവ് നൽകാമായിരുന്നില്ല. മദ്യത്തിന്റെ വില കുറയ്ക്കലാണോ ഈ സർക്കാരിന്റെ മുൻഗണന? അതോ സമൂഹത്തിന് ഭവിഷ്യത്തില്ലാതെ എന്ത് ചെയ്യാമെന്ന് ചർച്ച ചെയ്ത് മുൻ വർഷങ്ങളിൽ അബ്കാരി നയത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വിമർശനങ്ങൾക്ക് ഇടയാക്കാറുണ്ട്. മത സാമുദായിക സംഘടനകളും മുസ്ലിം ലീഗും എല്ലാം മദ്യ ഉപയോഗം വർദ്ധിക്കുമെന്ന ആശങ്ക പലപ്പോഴായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മദ്യവിരുദ്ധ സംഘടനകളും ഈ വിഷയം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നികുതി പകുതിയോളം കുറച്ചു. മദ്യ ഉപയോഗം വ്യാപകമാക്കുന്ന ഈ നിർദ്ദേശങ്ങൾക്ക് എതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ കോണുകളിൽ നിന്നും പ്രതികരണങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ ഭാവി തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതെ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, അല്ലേ? സംസ്ഥാന ബജറ്റിലെ മദ്യനികുതി പരിഷ്കരണത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ഭീതി പരത്താനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ചില കോണുകളിൽ നിന്ന് ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ ഈ തീരുമാനം പൂർണ്ണമായും ശാസ്ത്രീയമായ പഠനങ്ങളുടെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും ജനാരോഗ്യ സംരക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ എടുത്തതാണെന്നാണ് സർക്കാർ പറയുന്നത്. അത് ശരിയാണോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിനുള്ള വ്യക്തമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, വീര്യം കൂടിയ വിദേശ മദ്യത്തിന് നികുതി കുറച്ചിട്ടില്ല. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, സംസ്ഥാനത്ത് നിലവിലുള്ള വീര്യം കൂടിയ മദ്യത്തിന്റെയോ സ്പിരിറ്റ് അടങ്ങിയ സാധാരണ മദ്യത്തിന്റെയോ നികുതിയിൽ ഒരൊറ്റ ശതമാനം പോലും കുറവ് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. 251% നികുതി അവയ്ക്ക് അതുപോലെ തന്നെ തുടരും. അതിനാൽ മദ്യം കുറഞ്ഞ വിലയ്ക്ക് സുലഭമാകും എന്ന വാദം തികച്ചും തെറ്റാണ്. വീര്യം കുറഞ്ഞ മദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ആഗോള മാതൃകയാണ്. ലോകമെമ്പാടും നടപ്പിലാക്കി വിജയിച്ച ഹോം റിഡക്ഷൻ അഥവാ
ദൂഷ്യഫലങ്ങൾ കുറയ്ക്കുക എന്ന മദ്യനയത്തിന്റെ ഭാഗമാണിത്. 10% താഴെ മാത്രം വീര്യമുള്ള വൈൻ, ഹോർട്ടിക്കൾച്ചർ മദ്യങ്ങൾ, അതായത് പഴവർഗ്ഗങ്ങളിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും നിർമ്മിക്കുന്നത് എന്നിവയ്ക്ക് മാത്രമാണ് നികുതി 120% കുറച്ചത്. ഉപഭോഗം പെട്ടെന്ന് നിർത്തലാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കടുത്ത മദ്യാസക്തിയിൽ നിന്ന് ജനങ്ങളെ വീര്യം വളരെ കുറഞ്ഞ ബദലുകളിലേക്ക് ആകർഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതുവഴി കരൾ രോഗം ഉൾപ്പെടെയുള്ള മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒരു പരിധി വരെ രക്ഷിക്കാൻ സാധിക്കും എന്നാണ് സർക്കാരിന്റെ വാദം. കർഷകർക്കും ആഭ്യന്തര ഉൽപാദന മേഖലയ്ക്കും വലിയ ഉണർവ് കേരളത്തിലെ കർഷകരുടെയും തദ്ദേശീയ ഉൽപ്പന്ന മേഖലയെയും സഹായിക്കുക എന്ന വലിയൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. അതായത് ചക്ക, കശുവണ്ടിപ്പഴം, കൈതച്ചക്ക, ജാതിക്ക തുടങ്ങിയ കാർഷിക വിളകളിൽ നിന്ന് വീര്യം കുറഞ്ഞ വൈനുകളും മദ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് ഇത് വലിയ പ്രോത്സാഹനമാകും എന്നാണ് നമ്മുടെ സർക്കാരിന്റെ വാദം. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കാനും ഗ്രാമീണ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ നികുതി ഇളവ് അത്യന്താപേക്ഷിതമാണെന്നാണ് പറയുന്നത്. വ്യാജ മദ്യമാഫിയയ്ക്കും മയക്കുമരുന്നിന് എതിരെയുമുള്ള പ്രതിരോധം കടുത്ത നിയന്ത്രണങ്ങളും അമിതമായ നികുതിയും പലപ്പോഴും ജനങ്ങളെ മാരകമായ വ്യാജമദ്യത്തിലേക്കോ അതിലും അപകടകരമായ സിന്തറ്റിക് മയക്കുമരുന്നുകളിലേക്കോ നയിക്കാറുണ്ട്. വീര്യം കുറഞ്ഞതും സുരക്ഷിതവുമായ നിയമപരമായ ബദലുകൾ ലഭ്യമാക്കുന്നത് വഴി അത് ഒഴിവാക്കാൻ സാധിക്കും. മയക്കുമരുന്ന് മാഫിയകളുടെ കെണിയിൽ വീഴുന്നത് തടയാനും സാധിക്കും. ഒരു നിരോധനവും പൂർണ്ണമായി വിജയിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ വിപണിയെ കൂടുതൽ സുരക്ഷിതവും നിയന്ത്രണവുമായി കൊണ്ടുപോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നികുതി ഘടനയിലെ പ്രായോഗിക മാറ്റം മാത്രമാണിത്. ഇതിൽ യാതൊരുവിധ ദുരൂഹതയോ മദ്യക്കമ്പനികളുടെ സ്വാധീനമോ ഇല്ല. മുൻകാലങ്ങളിലും വിപണിയിലെ ഡിമാൻഡും സാമൂഹിക സാഹചര്യങ്ങളും പരിഗണിച്ച് നികുതി ഘടനയിൽ മാറ്റം വരുത്താറുണ്ട്. ഇത് പൂർണ്ണമായും സർക്കാരിന്റെ നയപരമായ തീരുമാനമാണോ എന്ന് നിങ്ങൾ തന്നെ കേട്ടതിന് ശേഷം തീരുമാനിച്ചു നോക്കൂ. എങ്ങനെയായിരിക്കും സർക്കാരിന്റെ ഈ മദ്യനയത്തിലൂടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ പോകുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടാകുമോ, അതോ ഇനി ജനങ്ങളെ മദ്യാസക്തിയിലേക്ക് തള്ളിവിടുകയാണോ സർക്കാർ ചെയ്യുന്നത് എന്ന് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഒന്ന് ആലോചിച്ച് നോക്കി അഭിപ്രായം പറയുക. നമസ്കാരം.